വെൽക്കം ടു സ്റ്റീഫൻ ക്ലാസസ്. ഇന്ന് മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയർ എന്ന ചാപ്റ്ററിൻ്റെ ഒരു ക്വിക്ക് റിവിഷൻ. ഓക്കെ, നമുക്ക് ആദ്യത്തെ ടോപ്പിക്കിലേക്ക് കിടക്കാം. ഇറ്റ് ഈസ് അബൌട്ട് മൈക്രോബ്സ് ഇൻ ഹൗസ് ഹോൾഡ് പ്രൊഡക്ട്സ്. റെഡി? ഫസ്റ്റ് വൺ ഈസ് ലാക്റ്റിക് ആസിഡ് ബാസില്ലസ് ഓർ LAB. ഫുൾ ഫോം നിങ്ങൾ പഠിക്കുക. LAB ഫുൾ ഫോം ലാക്റ്റിക് ആസിഡ് ബാസില്ലസ്. What is the use of lactic acid bacillus? It is used to convert milk to curd. It will produce acids that coagulate and partially digest milk proteins. And a small amount of curd, and this small amount of curd will contain LAB or lactic acid bacillus. When you join this with fresh milk, it can be converted into curd. അപ്പോൾ അങ്ങനെയാണ് കേർഡ് ഉണ്ടാക്കുന്നത് അല്ലേ? കേർഡ് നിങ്ങൾക്കറിയാം, ഇറ്റ് വിൽ ഓൾസോ ഇൻക്രീസ് ദ ക്വാളിറ്റി, ദ ന്യൂട്രീഷണൽ ക്വാളിറ്റി. ഇറ്റ് വിൽ ബി എൻറിച്ച്ഡ് വിത്ത് വൈറ്റമിൻ B12 ആൻഡ് ഓൾസോ ഇൻ സ്റ്റൊമക് ദിസ് LAB ഇറ്റ് ക്യാൻ ചെക്ക് ദ ഗ്രോത്ത് ഓഫ് പാത്തോജൻസ്. അപ്പോൾ മറക്കരുത്, LAB ഓർ ലാക്റ്റിക് ആസിഡ് ബാസില്ലസ്, അതിൻ്റെ ഫുൾ ഫോം നല്ല രീതിയിൽ പഠിച്ചു വെക്കുക. അതിൻ്റെ മെയിൻ യൂസസ് എന്തൊക്കെയാണ്, അതിൽ നിന്നുള്ള ബെനിഫിറ്റ്സ്, ഇതെല്ലാം നിങ്ങളോട് ചോദിക്കാൻ സാധ്യതയുണ്ട്. റൈറ്റ്. Now coming to the next slide, we have bacterial fermentation. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട് അല്ലേ? Bacterial fermentation is used in formation of dough, which is used to make food such as dosa, idli, etc. And you can see a puffed appearance of the dough, and it is due to the production of carbon dioxide. And baker's yeast, as all of you know, what is baker's yeast? Scientifically, it is Saccharomyces cerevisiae. പലപ്പോഴും മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കും, വാട്ട് ഈസ് ബേക്കേഴ്സ് ഈസ്റ്റ്? ബേക്കേഴ്സ് ഈസ്റ്റ് ഈസ് Saccharomyces cerevisiae and it is used to make bread by fermenting dough. And there are different types of cheese available. പലതരത്തിലുള്ള ചീസ് അവൈലബിൾ ആണ് അല്ലേ? വാട്ട് ഈസ് ദ റീസൺ ഫോർ ലാർജ് ഹോൾസ് ഇൻ സ്വിസ് ചീസ്? ചോദിക്കുന്ന ചോദ്യമാണ്. Large holes in Swiss cheese is due to the production of carbon dioxide and it is done by Propionibacterium shermani. ഓർക്കുക, Propionibacterium shermani. ഈ ബാക്ടീരിയത്തിൻ്റെ ഇൻവോൾവ്മെൻ്റ് ആണ് അവിടെ സ്വിസ് ചീസിലുള്ള ലാർജ് ഹോൾസിന് കാരണം. അതുപോലെ തന്നെ റോക്കിഫോർട്ട് ചീസിനെ കുറിച്ചും അറിയണം. റോക്കിഫോർട്ട് ചീസ് ഈസ് റൈപ്പൻഡ് ബൈ ഗ്രോയിങ് എ സ്പെസിഫിക് ഫംഗസ് വിച്ച് വിൽ ഗീവ് എ പർട്ടിക്കുലർ ഫ്ലേവർ ഫോർ ഇറ്റ്. റൈറ്റ്. അപ്പോൾ ഈ മൈക്രോബ്സ്, അതിൻ്റെ ഫങ്ഷൻസ്, അതിൻ്റെ യൂസേഴ്സ് നല്ല രീതിയിൽ പഠിക്കുക. റൈറ്റ്. Coming to the next topic, it is microbes in industrial products. വ്യാവസായിക ആവശ്യത്തിനും മൈക്രോബ്സ് വളരെ ഉപകാരപ്പെടുന്നുണ്ട് അല്ലേ? ഫെർമെൻറ്റേഴ്സിനെ കുറിച്ച് നിങ്ങൾ കേട്ട് കാണും. വാട്ട് ആർ ഫെർമെൻറ്റേഴ്സ്? ഫെർമെൻറ്റേഴ്സ് ആർ വെരി ലാർജ് വെസൽസ് ഫോർ ഗ്രോയിങ് മൈക്രോബ്സ് ടു പ്രൊഡ്യൂസ് ബീവറേജസ്, ആൻറ്റിബയോട്ടിക്സ്, എക്സെട്ര. ആൻഡ് യു ഹാവ് Saccharomyces cerevisiae. Saccharomyces cerevisiae, that is the scientific name of ബ്രീവേഴ്സ് ഈസ്റ്റ്. ബ്രീവേഴ്സ് ഈസ്റ്റിൻ്റെ ഒരു സയൻറ്റിഫിക് നെയിം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എഴുതണം Saccharomyces cerevisiae. And it is used to ferment malted cereals and fruit juices to produce ethanol. അപ്പോൾ എഥനോൾ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ള ആ മൈക്രോബാണ് Saccharomyces cerevisiae. What is the common name? ബ്രീവേഴ്സ് ഈസ്റ്റ്. ബ്രീവേഴ്സ് ഈസ്റ്റ് എന്നാണ് കോമൺ നെയിം. And there are two types of beverages. Some are produced without distillation, some are produced by distillation. Without distillation, examples are wine and beer. And by distillation process of fermented broth, we can produce whiskey, brandy and rum. So now coming to other industrial products, we have antibiotics. You know the role of antibiotics. These are chemical substances which are produced by some microbes and can kill or retard the growth of other disease causing microbes. അപ്പോൾ ഡിസീസ് കോസിങ് മൈക്രോബ്സിനെ തടയാൻ, അവരുടെ ഗ്രോത്ത് റിട്ടാർഡ് ചെയ്യാനോ അല്ലെങ്കിൽ അവരെ കിൽ ചെയ്യാനോ ഉപയോഗിക്കുന്ന കെമിക്കൽ സബ്സ്റ്റൻസസ്, മൈക്രോബ്സ് തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന കെമിക്കൽ സബ്സ്റ്റൻസ് ആണ്. ഇങ്ങനെയുള്ള യൂസ്ഫുൾ കെമിക്കൽ സബ്സ്റ്റൻസസ്, ദേ ആർ കോൾഡ് ആൻറ്റിബയോട്ടിക്സ്. A typical example is our penicillin, produced by Penicillium notatum. And you know the discovery of penicillin by Alexander Fleming. Now there are different types of antibiotics used to treat plague, whooping cough, diphtheria, leprosy, etc. So antibiotics, they have a very great role in our industry and they are all mainly produced by different types of microbes. Now coming to the next point, it is about some organic acids.
There are some organic acids like citric acid, acetic acid, butyric acid, lactic acid. Table ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ? അതിൽ നിന്ന് നിങ്ങൾക്ക് വളരെ വ്യക്തമാണ് what are the different microbes involved in producing these organic acids. Aspergillus niger, it is producing citric acid. Then Acetobacter aceti, it is a bacterium used for production of acetic acid. So Clostridium butylicum for butyric acid, Lactobacillus, it is a bacterium for lactic acid. So ഏതെല്ലാം ഓർഗാനിക് ആസിഡ്സ് എന്തെല്ലാം മൈക്രോബ്സ് പ്രൊഡ്യൂസ് ചെയ്യും എന്നൊക്കെ പഠിക്കുക. ഓക്കെ, now coming to alcohol. Alcohol is produced in large scale by the involvement of Saccharomyces cerevisiae. Then there are different enzymes. Enzymes ലിസ്റ്റിൽ നിങ്ങൾ പഠിക്കുന്ന പ്രധാനപ്പെട്ട ഒന്നാണ് lipases. Okay, lipases used in detergent to remove the oily stains from laundry. Then pectinases and proteases, it is used to clarify bottled juices. And we have, അപ്പോൾ നിങ്ങൾക്കറിയാം ബോട്ടിൽഡ് ജ്യൂസസ് ക്ലാരിഫൈ ചെയ്യാൻ അതിൻ്റെ ക്ലാരിറ്റി കൂട്ടാൻ വേണ്ടി ആഡ് ചെയ്യുന്ന സബ്സ്റ്റൻസസ് ആണ് പെക്റ്റിനൈസസും പ്രോട്ടിയേസസും. അതുപോലെ streptokinase. Streptokinase produced by Streptococcus bacterium and it is used as a clot buster. പലപ്പോഴും മാച്ച് ചെയ്യാനായിട്ട് ചോദിക്കും. അതായത് സ്ട്രെപ്റ്റോകോക്കസ് അത് എന്തായിട്ട് മാച്ച് ചെയ്യണം? ക്ലോട്ട് ബസ്റ്റർ. ആൻഡ് വാട്ട് ഈസ് എ പ്രൊഡക്റ്റ് ഫ്രം ഇറ്റ്? സ്ട്രെപ്റ്റോകൈനേസ്. എന്തുകൊണ്ടാണ് അതിനെ ക്ലോട്ട് ബസ്റ്റർ എന്ന് പറയുന്നത്? ബിക്കോസ് ഇറ്റ് ഈസ് യൂസ്ഡ് ടു റിമൂവ് ക്ലോട്ട്സ് ഫ്രം ബ്ലഡ് വെസൽസ് ഓഫ് പേഷ്യൻസ് ഹു ഹാവ് മയോകാർഡിയൽ ഇൻഫാക്ഷൻ. മയോകാർഡിയൽ ഇൻഫാക്ഷൻ ഉള്ളവർക്ക്, ഹാർട്ട് അറ്റാക്ക് വരാൻ സാധ്യതയുള്ളവർക്ക്, അവർക്ക് ബ്ലഡ് വെസൽസിൽ ബ്ലഡ് ക്ലോട്ട്സ് റിമൂവ് ചെയ്യാനായിട്ട് ഒരു ക്ലോട്ട് ബസ്റ്ററായി യൂസ് ചെയ്യാവുന്ന സബ്സ്റ്റൻസ് ആണ് ഈ പറയുന്ന സ്ട്രെപ്റ്റോകൈനേസ്. ഇറ്റ് ഈസ് കമ്മിങ് ഫ്രം or produced from Streptococcus bacterium. Now coming to other useful substances produced in large scale, another one is cyclosporin A. Cyclosporin A, it is produced by Trichoderma polysporum. It is a fungus and it is used as an immunosuppressive agent in organ transplant patients. ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ചെയ്യേണ്ട പേഷ്യൻസിന് അവർക്ക് പലപ്പോഴും ഓർഗൻ റിജക്ഷന് സാധ്യതയുണ്ട് അല്ലേ? അപ്പോൾ ഈ ഓർഗൻ റിജക്ഷൻ്റെ സാധ്യത മാറ്റാൻ, the possibility of organ rejection can be removed by the use of some immunosuppressive substances, and one such immunosuppressive agent substance is our cyclosporin A, derived from Trichoderma polysporum. Now another substance is statin. Statin, it is produced by Monascus purpureus. Monascus purpureus producing statin. Statin is a blood cholesterol lowering agent. So അത് പഠിച്ചു വെക്കുക. ബ്ലഡ് കൊളസ്റ്റിറോൾ ലോവറിംഗ് ഏജന്റ് ആണ് Monascus purpureus. It is a yeast and it will inhibit the enzymes responsible for synthesis of cholesterol. അപ്പോൾ കൊളസ്റ്റിറോളിൻ്റെ സിന്തസിസിന് ഇൻവോൾവ് ആയിട്ടുള്ള എൻസൈംസിനെ ഇൻഹിബിറ്റ് ചെയ്യുക വഴി അങ്ങനെ കൊളസ്റ്റിറോൾ കുറയ്ക്കുവാനായിട്ട് നമുക്ക് യൂസ് ചെയ്യുന്ന ഒരു സബ്സ്റ്റൻസ് ആണ് ഈ സ്റ്റാറ്റിൻ. അപ്പോൾ we have another topic, microbes in sewage treatment. Sewage or municipal wastewater, it will contain large amount of organic material and also microbes. And this sewage, it can be treated in sewage treatment plants. അപ്പോൾ സീവേജ് പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന പ്ലാന്റ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്സ് ഓർ STPs. സോ STPs അതിൻ്റെ വർക്കിംഗ് അതിനെക്കുറിച്ച് നിങ്ങൾക്ക് നന്നായി പഠിക്കാനായിട്ടുണ്ട്. സോ STPs it will make pollution less. It is used for reducing pollution. Okay, and this process of STP, it has two stages. What are the two stages? One is primary treatment and other is secondary treatment. രണ്ട് ട്രീറ്റ്മെൻറ്റ്സ് ആണ് അവിടെ ഉള്ളത്, പ്രൈമറി ട്രീറ്റ്മെൻറ്റ് ആൻഡ് ഓൾസോ സെക്കൻഡറി ട്രീറ്റ്മെൻറ്റ്. ഇത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇതിനു മുമ്പ് ഒരു കാര്യം അറിഞ്ഞിരിക്കേണ്ടത്, primary treatment is a physical process. I repeat, primary treatment is a physical process, whereas the secondary treatment is a biological process. Okay, നമുക്ക് രണ്ട് ട്രീറ്റ്മെൻറ്റും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ആദ്യം പ്രൈമറി ട്രീറ്റ്മെൻറ്റ്. റെഡി? പ്രൈമറി ട്രീറ്റ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സിലേക്ക് നമ്മൾ കടക്കുകയാണ്. Primary treatment is a physical removal of particles. It includes physical removal of particles from the sewage.
റിമൂവൽ ഓഫ് ദ ഫ്ലോട്ടിംഗ് ഡെബ്രിസ് ബൈ സീക്വൻഷ്യൽ ഫിൽട്രേഷൻ. അപ്പോൾ ഫിൽട്രേഷൻ ആണ് ഇവിടെ പ്രധാനമായിട്ട് വരുന്നത് അല്ലേ. സോ ഫിൽട്രേഷൻ ആൻഡ് ഓൾസോ സെഡിമെൻറ്റേഷൻ, രണ്ട് പ്രോസസ്സാണ് ഈ ഫിസിക്കൽ ട്രീറ്റ്മെൻറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. റിമൂവൽ ഓഫ് ഗ്രിറ്റ് ഓർ സോയിൽ ആൻഡ് സ്മോൾ പെബിൾസ് ബൈ സെഡിമെൻറ്റേഷൻ, ആൻഡ് ഓൾ ദ സോളിഡ്സ് ദാറ്റ് സെറ്റിൽ വിൽ ഫോം ദ പ്രൈമറി സ്ലഡ്ജ്. പ്രൈമറി ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് സെറ്റിൽ ചെയ്യുന്ന എല്ലാ സോളിഡ്സിനെയും നമ്മൾ പറയുന്ന പേരാണ് പ്രൈമറി സ്ലഡ്ജ്. ആൻഡ് ദ സൂപ്പർനാറ്റൻറ്റ് വിച്ച് ഈസ് ഫോംഡ് എബോവ് that will form the primary effluent. So primary effluent, it will be taken for the secondary treatment. Primary treatment കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, സെക്കൻഡറി ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ അതിലേക്കുള്ള റോ മെറ്റീരിയൽ, അതിലേക്കുള്ള സബ്സ്റ്റൻസ് ഇവിടെ ഏതാണ്? ഈ പ്രൈമറി എഫ്ലുവൻ്റ് ആണ് നമ്മളവിടെ സ്വീകരിക്കുന്നത്. റൈറ്റ്. നൗ കമ്മിങ് ടു ദ സെക്കൻഡറി ട്രീറ്റ്മെൻറ്റ്. പ്രൈമറി എഫ്ലുവൻ്റ് ഈസ് ടേക്കൺ. ഇറ്റ് ഈസ് നൗ ടേക്കൺ ഇൻ ടു എയറേഷൻ ടാങ്ക്സ്. എയറേഷൻ ടാങ്ക്സിൻ്റെ പ്രത്യേകത അവിടെ കോൺസ്റ്റൻ്റ് ആയിട്ട് അജിറ്റേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയായിരിക്കും അല്ലേ. അപ്പോൾ ഈ അജിറ്റേഷൻ വഴി അവിടെ എയർ പ്രസൻസ്, ഓക്സിജൻ്റെ പ്രസൻസ് അവിടെ ലഭ്യമാക്കുന്നു. അപ്പോൾ അതുവഴി ദർ വിൽ ബി ഗ്രോത്ത് ഓഫ് എയറോബിക് മൈക്രോബ്സ്. എയറോബിക് മൈക്രോബ്സിൻ്റെ ഗ്രോത്ത്, അതിൻ്റെ ആ ഒരു പോപ്പുലേഷൻ, അതിൻ്റെ ആ ഒരു ക്ലസ്റ്റർ, അതിനെ പറയുന്ന പേരാണ് ഫ്ലോക്സ് എന്നാണ് പറയാം. സോ ദ ഗ്രോത്ത് ഓഫ് എയറോബിക് മൈക്രോബ്സ് വിൽ കൺവേർട്ട് ഇൻ ടു ഫ്ലോക്സ്. Now these aerobic microbes, it will consume organic matter in the effluent, and by that it will reduce the BOD of the effluent. അപ്പോൾ effluentൻ്റെ BOD ഇവിടെ കാര്യമായ രീതിയിൽ കുറയുന്നു. അതാണ് ഇവിടുത്തെ പ്രയോജനം. അപ്പോൾ എന്താണ് BOD എന്നറിയണം അല്ലേ. what is BOD? BODയുടെ ഫുൾ ഫോം എല്ലാം നന്നായിട്ട് പഠിക്കുക കേട്ടോ. BOD, what is BOD? It is the biochemical oxygen demand. BOD full form biochemical oxygen demand. ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്നൊന്നും തെറ്റി എഴുതരുത് കേട്ടോ. ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്താണത്? ഡെഫിനിഷൻ: ദ എമൗണ്ട് ഓഫ് ഓക്സിജൻ കൺസ്യൂംഡ് ബൈ ബാക്ടീരിയ ടു ഓക്സിഡൈസ് ദ ഓർഗാനിക് മാറ്റർ ഇൻ 1 ലിറ്റർ ഓഫ് വാട്ടർ. 1 ലിറ്റർ ജലത്തിൽ ഉള്ള ഓർഗാനിക് മാറ്ററിനെ കൺസ്യൂം ചെയ്യാൻ ബാക്ടീരിയയ്ക്ക് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ്റെ എമൗണ്ടിനെയാണ് ഇവിടെ പറയുന്നത് BOD or biochemical oxygen demand. I repeat, the amount of oxygen consumed by bacteria to oxidize the organic matter present in 1 liter of water. So BOD is a measure of organic matter present in water. വെള്ളത്തിൽ എത്രമാത്രം ഓർഗാനിക് മാറ്റർ ഉണ്ട് എന്നതിനെ ആശ്രയിച്ചായിരിക്കുമല്ലോ അത് കൺസ്യൂം ചെയ്യാനുള്ള ഓക്സിജൻ്റെ അളവുകോൽ. അപ്പോൾ അതുകൊണ്ട് എത്രമാത്രം ഓർഗാനിക് മാറ്റർ വെള്ളത്തിലുണ്ട് എന്നതിൻ്റെ ഒരു അളവുകോലാണ്, ഒരു മെഷറാണ് യഥാർത്ഥത്തിൽ BOD. നിങ്ങൾക്കറിയാം, ഓർഗാനിക് മാറ്റർ കൂടുന്നതിനനുസരിച്ച് അത് വേസ്റ്റ് വാട്ടറിന് ഓർഗാനിക് മാറ്റർ കൂടുതലായിരിക്കും. അപ്പോൾ പൊല്യൂഷൻ്റെ ഒരു അളവുകോലാണ് BOD എന്നും നമുക്ക് പറയാം. ഓക്കെ, സോ ഗ്രേറ്റർ ദ BOD ഓഫ് വേസ്റ്റ് വാട്ടർ ആൻഡ് മോർ ഇറ്റ്സ് പൊല്യൂട്ടിംഗ് പൊട്ടൻഷ്യൽ. സോ ദ പൊല്യൂഷൻ വിൽ ബി ഹൈ വെൻ ദ BOD ഈസ് ഹൈ. BOD കുറച്ചു കൊണ്ടുവന്നാൽ നമ്മൾ പൊല്യൂഷൻ കുറച്ചു കൊണ്ടുവരികയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. ഇനി തുടർന്ന് നേരത്തെ പറഞ്ഞു, അതായത് പ്രൈമറി ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് സെക്കൻഡറി ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞു അല്ലേ. അപ്പോൾ സെക്കൻഡറി ട്രീറ്റ്മെൻറ്റിൽ BOD കുറച്ചു കൊണ്ടുവന്നു എന്ന് പറഞ്ഞു അല്ലേ. ഇനി ഈ എഫ്ലുവൻറ്റിനെ വീണ്ടും സെറ്റിലിംഗ് ടാങ്കിലേക്ക് കൊണ്ടുവരികയാണ്. സോ നൗ ദ എഫ്ലുവൻറ്റ്, എ പാർട്ട് ഓഫ് ദ എഫ്ലുവൻറ്റ് വിൽ ബി ടേക്കൺ ടു നാച്ചുറൽ വാട്ടർ ബോഡീസ് ആൻഡ് the remaining sludge portion, it will be given to the anaerobic digesters. Anaerobic digesters എന്താ ചെയ്യുന്നത്? There will be anaerobic bacteria which will digest this sludge, and that will result in production of gases, production of different types of gases or biogas. Biogas production വേണ്ടി ഇത് ഫൈനലി യൂസ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് പ്രൈമറി ട്രീറ്റ്മെൻറ്റും സെക്കൻഡറി ട്രീറ്റ്മെൻറ്റും നമ്മളിങ്ങനെ വിശദമായി പഠിക്കുകയായിരുന്നു. റൈറ്റ്. സോ നൗ നെക്സ്റ്റ് ടോപ്പിക് ഈസ് അബൌട്ട് ദ പ്രൊഡക്ഷൻ ഓഫ് ബയോഗ്യാസ്. ബയോഗ്യാസ്, ഇറ്റ് ഈസ് എ മിക്സ്ചർ ഓഫ് ഗ്യാസസ്, മെയിൻലി മീഥെയിൻ, produced by microbes such as methanogens. Methanogens എന്ന കാറ്റഗറിയിലുള്ള മൈക്രോബ്സ് എനേറോബിക് ആണ്. അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്യാസസ്, മിക്സ്ചർ ഓഫ് ഗ്യാസസ്, അതിനെയാണ് നമ്മൾ ഈ ബയോഗ്യാസ് എന്ന് പറയുന്നത്. Methanogens grow anaerobically and
On the cellulose material they mainly grow and they will produce methane along with carbon dioxide and hydrogen. Examples are Methanobacterium found in the anaerobic sludge and also in the rumen of cattle which help in cellulose digestion. അപ്പോൾ രണ്ട് ഇടങ്ങളിലാണ് ഈ മെഥനോബാക്ടീരിയം കണ്ടുവരുന്നത്. One is in anaerobic sludge and the other is in the rumen chamber, rumen part of the cattle, where they help in cellulose digestion. Now cattle dung, അതിലുള്ള ബാക്ടീരിയ, അനേറോബിക് ബാക്ടീരിയ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ബയോഗ്യാസ് ഉണ്ടാക്കുന്നു അല്ലേ. അപ്പോൾ നമ്മളതിനെ പറയാം ഗോബർ ഗ്യാസ് എന്നാണ് പറയുന്നത്. അപ്പോൾ മൈക്രോബ്സ് അതിൻ്റെ മറ്റൊരു യൂസാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. They can be also useful for producing energy. ബയോഗ്യാസ് ഉപയോഗിച്ചുകൊണ്ട് കുക്കിംഗ് അങ്ങനെ പല പർപ്പസിന് വേണ്ടി അത് ഉപയോഗിക്കും അല്ലേ. അപ്പോൾ എനർജി പർപ്പസിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം മൈക്രോബ്സിനെ. അപ്പോൾ ഹൗസ് ഹോൾഡ് പ്രൊഡക്ട്സ് ഉണ്ടാക്കുവാൻ, ഇൻഡസ്ട്രിയൽ പ്രൊഡക്ട്സ് ഉണ്ടാക്കുവാൻ ഉപയോഗിക്കാം, സീവേജ് ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ഉപയോഗിക്കാം. അതുപോലെ ഇപ്പോൾ പഠിച്ചത് എന്താണ്, ബയോഗ്യാസിന് വേണ്ടിയും മൈക്രോബ്സിനെ യൂസ് ചെയ്യാം എന്നുള്ളതാണ്. Now coming to the next topic. Before that, here we have the picture of biogas പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബയോഗ്യാസ് പ്ലാന്റിൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ലാബലിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ പഠിച്ചു വയ്ക്കുക, ഒരിക്കൽ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ താഴെ ഡൈജസ്റ്റർ അല്ലേ, പിന്നെ ഗ്യാസസ് അവിടെ കൊടുത്തിട്ടുണ്ട്, മീഥെയിൻ, കാർബൺ ഡൈ ഓക്സൈഡ്, ഹൈഡ്രജൻ. സോ ദർ ഇസ് എ ഗ്യാസ് ഹോൾഡർ, then the sludge, dung water and the gas will be taken out in that point. Okay, അപ്പോൾ ഈ ലാബലിംഗ് നല്ല രീതിയിൽ പഠിച്ചു വയ്ക്കുക. Now coming to the next topic, microbes as biocontrol agents. Microbes can be used as biocontrol agents. Biological control or biocontrol എന്ന് പറഞ്ഞാൽ എന്താണ്? These are biological method of controlling pest population. Pest populationനെ കൺട്രോൾ ചെയ്യാനായിട്ട് ബയോളജിക്കൽ മെത്തേഡ്സ് ഉപയോഗിക്കുക. അപ്പോഴാണ് നമ്മളത് പറയാം ബയോകൺട്രോൾ എന്ന്. ഇപ്പോൾ നിങ്ങൾക്കറിയാം കെമിക്കൽ പെസ്റ്റിസൈഡ്സും ഇൻസെക്ടിസൈഡ്സും വളരെ ഹാംഫുള്ളായിട്ട് നമുക്ക് പല ഓർഗാനിസംസിനും. അപ്പോൾ അതുകൊണ്ട് പൊല്യൂഷനും അതുണ്ടാക്കുന്നത് കൊണ്ട് നമുക്ക് ഈ കെമിക്കൽ പെസ്റ്റിസൈഡ്സിൻ്റെ യൂസസ് കുറയ്ക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ബയോളജിക്കൽ ഏജൻസ് തന്നെ യൂസ് ചെയ്യുകയാണ്. പെസ്റ്റ് പോപ്പുലേഷനെ കുറയ്ക്കുവാൻ വേണ്ടി ബയോളജിക്കൽ ഏജൻസ് യൂസ് ചെയ്യുന്നു. എക്സാമ്പിൾ Bacillus thuringiensis or BT. BT or Bacillus thuringiensis ഈ ബാക്ടീരിയയിലുള്ള BT ടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ജീൻ അത് നമ്മൾ കോട്ടൺ പ്ലാന്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന വഴി കോട്ടൺ പ്ലാന്റ്, ട്രാൻസ്ജെനിക് ആയിട്ടുള്ള കോട്ടൺ പ്ലാന്റ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. സോ ദ ട്രാൻസ്ജെനിക് കോട്ടൺ പ്ലാന്റ് ഇറ്റ് വിൽ ബി റെസിസ്റ്റൻറ്റ് അഗെയിൻസ്റ്റ് ദ അറ്റാക്ക് ഓഫ് ബട്ടർഫ്ലൈ കാറ്റർപില്ലേഴ്സ്. ബട്ടർഫ്ലൈ കാറ്റർപില്ലേഴ്സിന് അഗെയിൻസ്റ്റ് ആയിട്ട് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള വെറൈറ്റി ഓഫ് കോട്ടൺ പ്ലാന്റ്, അത് BT കോട്ടൺ എന്ന് നമുക്ക് പറയും അല്ലേ. അപ്പോൾ BT കോട്ടൺ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് BT ഉപയോഗിക്കുന്നു, Bacillus thuringiensis. Now Trichoderma species, they are a free living type of fungi that are very common in root ecosystems. And Trichoderma, it is used for biocontrol agent of several plant pathogens. പല പ്ലാന്റ് പാത്തോജൻസിനും വളരെ ഇഫക്റ്റീവ് ബയോകൺട്രോൾ ഏജൻ്റായി ഉപയോഗിക്കാവുന്നതാണ് Trichoderma. Now baculoviruses, some viruses of the genus nucleopolyhedroviruses, ആ കാറ്റഗറിയിലുള്ള വൈറസസ് പലതും ഈ ബാക്കുലോവൈറസസ് എന്നറിയപ്പെടുന്നു. They are pathogens that attack insects and other arthropods which will be pest ആയിട്ടുള്ള പല പാത്തോജൻസിനെയും പല ഇൻസെക്ട്സിനെയും അറ്റാക്ക് ചെയ്യാനായിട്ട് ബാക്കുലോവൈറസസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ Bacillus thuringiensis, Trichoderma, baculoviruses, these are microbes that are used as biocontrol agents. Right. Now coming to the next topic, microbes as biofertilizers. Biofertilizers ആയിട്ട് ജൈവവളമായി നമുക്ക് പലപ്പോഴും മൈക്രോബ്സിനെ യൂസ് ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ അല്പം മുമ്പ് പഠിച്ചത് മൈക്രോബ്സ് എങ്ങനെയാണ് ബയോ കൺട്രോൾ ഏജൻസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുക എന്നുള്ളതാണ്. കീടനിയന്ത്രണത്തിന് എങ്ങനെ ഉപയോഗിക്കാമെന്നാണ്. ഇനി പറയാൻ പോകുന്നത് ജൈവ വളമായിട്ട് നമുക്ക് എങ്ങനെ മൈക്രോബ്സിനെ യൂസ് ചെയ്യാമെന്നുള്ളതാണ്. ബയോഫെർട്ടിലൈസേഴ്സ് ആർ ഓർഗാനിസംസ് ദാറ്റ് എൻറിച്ച് ദ ന്യൂട്രിയൻ ക്വാളിറ്റി ഓഫ് ദ സോയിൽ. മണ്ണിൻ്റെ ന്യൂട്രിയൻ ക്വാളിറ്റി, അതിൻ്റെ ഫെർട്ടിലൈസിങ് ക്വാളിറ്റി കൂട്ടുന്ന ഓർഗാനിസംസിനെയാണ് നമ്മൾ പറയുന്നത് ബയോഫെർട്ടിലൈസേഴ്സ് എന്ന് പറയാം. മെയിൻ സോഴ്സസ് ഓഫ് ബയോഫെർട്ടിലൈസേഴ്സ് ആർ ബാക്ടീരിയ, ഫംജൈ ആൻഡ് സൈനോബാക്ടീരിയ. And
Bacteria example ആണ് Rhizobium, Azospirillum and Azobacter. They have the ability to fix nitrogen. Nitrogen fixing ability ഉള്ളതാണ് ഈ Azospirillum, Azobacter, Rhizobium. ഇതെല്ലാം ബാക്ടീരിയ ആണ്. അതുപോലെ ഫഞ്ചൈ, ഗ്ലോമസ് എന്ന ജീനസിലുള്ള ഫഞ്ചൈ അതിന് മൈക്രോറൈസ ഫോം ചെയ്യാൻ പറ്റും അല്ലേ. മൈക്രോറൈസ് ഹയർ പ്ലാന്റ്സ് ആയിട്ട് അസോസിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ ഹയർ പ്ലാന്റ്സിൻ്റെ ന്യൂട്രിയൻ്റ് അബ്സോർബിങ് ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന മൈക്രോറൈസ വിച്ച് ആർ അസോസിയേറ്റഡ് വിത്ത് ഹയർ പ്ലാന്റ്സ്. അതിന് ടിപ്പിക്കൽ എക്സാമ്പിൾ ആണ് ഗ്ലോമസ്. Now cyanobacteria examples are Anabina, Nostoc and Oscillatoria. They are used to fix nitrogen fixing in a capable ആണ് ഈ cyanobacteriaകളെല്ലാം. അപ്പോൾ microbes they can be used as biofertilizers also. ഇതോടുകൂടെ നമ്മൾ ഈ ചാപ്റ്റർ അവസാനിക്കുന്നു. പുതിയ ഒരു ചാപ്റ്ററിൻ്റെ റിവിഷനുമായി ഉടനെ കണ്ടുമുട്ടാം. അതുവരേക്കും ഗുഡ് ബൈ.